13 വയസ്സ് മുതൽ തുടങ്ങുന്നതാണ് ഹമാസിന്റെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. 13നും 21നും ഇടയിലുള്ള യൂത്ത് ആർമിയാണ് ഹമാസിന്റെ കരുത്ത്. ഇതിൽ 15,000-ഓളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള 10,000 ഭീകരരെ കൂട്ടുന്നതോടെ മൊത്തത്തിൽ 1,00,000 ഹമാസുകാർ കാലപുരി പോയിക്കഴിഞ്ഞു. പക്ഷേ ഈ കണക്കും ഇസ്രായേൽ കൊന്ന സിവിലിയന്റെ കണക്കിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഗസയിൽ കുട്ടികൾ കൂടുതൽ കൊല്ലപ്പെടുന്നുവെന്ന് പറയുന്നവർ 13 വയസ്സ് തൊട്ട് ഹമാസിൽ ആർമി റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നു എന്ന കാര്യം കാണുന്നേയില്ല. ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് മതപരമായ ഒരു പുണ്യകർമ്മമാണെന്ന് വരുത്തി തീർക്കാൻ ഹമാസിന് സാധിച്ചു. ഇസ്രായേലിനെ തകർക്കാനായി ചാവേർ ബോംബർമാർ ആയവരുടെ കുടുംബത്തിന് പെൻഷൻ കൊടുത്താണ് ഹമാസ് ജനപ്രീതി വർദ്ധിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാം മുടങ്ങി. ഭീകരർക്കുള്ള ഫണ്ടിംഗ് അമേരിക്കയും ഇസ്രായേലും കർശനമായി തടഞ്ഞതോടെ ചാവേറുകളുടെ കുടുംബത്തിനുള്ള പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. വെള്ളവും ഭക്ഷണവും ആയുധവും ഇല്ലാതെ തുരങ്കങ്ങളിൽ പെരിച്ചാഴി പോലെ കഴിയേണ്ട അവസ്ഥയാണ് അവശേഷിക്കുന്ന ഭീകരർക്ക് വന്നത്. ഇതോടെയാണ് ഇനി വെടിനിർത്തലെങ്കിൽ വെടിനിർത്തൽ എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് ഹമാസ് എത്തിയത്. അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ആശുപത്രികൾ ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും വരെ കൊല്ലുന്നുവെന്നത്. ആശുപത്രികൾ ആക്രമിച്ചാൽ ലോകവ്യാപകമായി ഇസ്രായേലിനെതിരെ വികാരം ഉയരുകയാണ് ഉണ്ടാവുകയെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരു സേനയും സ്വാഭാവികമായ രീതിയിൽ അത് ചെയ്യില്ല. പക്ഷേ ഹമാസ് ഭീകരർ ആശുപത്രിയെയും സ്കൂളുകളെയും മറയാക്കുകയാണ്. ഭീകരരെ കിട്ടാൻ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ആശുപത്രി ആക്രമിച്ചു എന്നായിരിക്കും വാർത്ത വരിക. 2 വർഷം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിന് ഹമാസിനെ സാമ്പത്തികമായി വലിയ രീതിയിൽ തകർക്കാൻ കഴിഞ്ഞു. ഖത്തർ, തുർക്കി, ഇറാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഹമാസിന് കാര്യമായി ഫണ്ട് എത്തിയിരുന്നത്. ഇതിൽ ഖത്തർ ആയിരുന്നു ഏറ്റവും പ്രധാനം. അമേരിക്കയുടെ സഹായത്തോടെ ഖത്തറിൽ നിന്ന് ഫണ്ട് വരുന്നത് നന്നായി തടയാൻ ഇസ്രായേലിന് സാധിച്ചു. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ പലപ്പോഴും UN ഭക്ഷ്യസഹായ ട്രക്കിലൂടെ വന്നിരുന്നു. അതും തടയാൻ ഇസ്രായേലിന് സാധിച്ചു. ഇതോടെ ഗസയുടെ പേരിൽ വരുന്ന ഫണ്ട് വെട്ടിച്ച് കോടീശ്വരന്മാരായ ഹമാസ് നേതാക്കളും പെട്ടു.